മലയാള സിനിമയിലെ തൊഴിൽ സംസ്കാരത്തെയും സംവിധായകനും നടനുമായ ലാലിനെയും വിമർശിച്ച വിമൻ ഇൻ സിനിമ കളക്ടീവ് പ്രതിഷേധിച്ച നടിക്ക് പ്രതിഫലം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതും അത് പരസ്യമായി പറയുന്നതും ഈ മേഖലയിലെ ഫ്യൂഡൽ സ്വഭാവമാണ് കാണിക്കുന്നത്. മറ്റൊരു നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമം അങ്ങേയറ്റം ഹീനവും നിന്ദ്യവുമാണെന്നും WCC കുറ്റപ്പെടുത്തുന്നു. സിനിമാ മേഖലയിലെ തൊഴിൽ പെരുമാറ്റച്ചട്ടങ്ങളുടെയും ലിംഗനീതിയില്ലായ്മയുടെയും അഭാവത്തെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ WCC വിമർശിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള സിനിമയിലെ 2 നടിമാർ നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ പ്രതികരണം. മലയാള സിനിമയിലെ തൊഴിൽ സംസ്കാരം സ്ത്രീകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ആഴം എത്രത്തോളമാണെന്നതും വെളിപ്പെടുത്തുന്നതാണ് ഈ പരാതികളെന്ന് WCC ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുന്നു. നിർമ്മാതാക്കളുടെ താൽപര്യാർത്ഥം തയ്യാറാക്കപ്പെടുന്ന കരാറുകൾക്ക് പകരം വേതനം, തൊഴിൽ സമയം, ഡ്യൂപ്പിന്റെ ഉപയോഗം തുടങ്ങിയ ഘടകങ്ങൾ കൂടി സ്ത്രീപക്ഷത്തു നിന്ന് പരിഗണിച്ച് കരാറുകൾ പുനഃസംഘടിപ്പിക്കണം. പ്രതിഷേധിച്ച നടിക്ക് പ്രതിഫലം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതും അത് പരസ്യമായി പറഞ്ഞ നടനും സംവിധായകനുമായ ലാലിനെയും ഇവർ ശക്തമായി വിമർശിക്കുന്നു. പ്രതിഫലം കൊടുക്കില്ലെന്ന് പരസ്യമായി പറയാനുള്ള ധാർഷ്ട്യം കാണിക്കുന്നത് ഈ മേഖലയിലെ ഫ്യൂഡൽ സ്വഭാവമാണ് കാണിക്കുന്നതെന്നാണ് വിമർശനം. സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിനെതിരെ മറ്റൊരു നടി പരാതി നൽകിയിരുന്നു. ഈ സഹപ്രവർത്തകയെ ബോഡി ഷെയ്മിംഗ് നടത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് അങ്ങേയറ്റം ഹീനവും നിന്ദ്യവുമാണ്. 2 നടിമാരുടെ പരാതികളിലും ഈ മേഖലയിലെ തൊഴിൽ പെരുമാറ്റച്ചട്ടങ്ങളുടെയും ലിംഗനീതി ഇല്ലായ്മയുടെയും അഭാവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും WCC വിമർശിക്കുന്നു. ചെറുത്തുനിൽപ്പിന്റെ ശബ്ദങ്ങളെ വിലക്കുകളിലൂടെയും നിരോധനങ്ങളിലൂടെയും നിയന്ത്രിക്കുന്നവരോട് സ്ത്രീകൾ ഉറക്കെ കലഹിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നും സംഘടന ഓർമ്മിപ്പിക്കുന്നു. നീതി തേടിയുള്ള ഞങ്ങളുടെ ഈ സഹപ്രവർത്തകരുടെ യാത്രയ്ക്കൊപ്പം ഞങ്ങളുമുണ്ടെന്ന ഉറപ്പു നൽകിയാണ് വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.